ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ എല്ലാവരുടെ അടുത്തും അലീന പറയുന്നു, നമുക്ക് നാളെ ഇവിടുന്ന് പോകണം, എല്ലാവരും പോയി റെഡിയാവാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിത് പറയുന്നു, നാളെ തന്നെ പോകണോ ചേച്ചി, കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറയും. അയ്യോ അത് പറ്റത്തില്ല, ഇപ്പം തന്നെ വന്നിട്ട് 2-3 ദിവസമായി, വീടും പൂട്ടിയിട്ട് നമ്മൾ 2-3 ദിവസമായി വന്ന് നിന്നിട്ട് നാളെ തന്നെ തിരിച്ചു പോകണം. അപ്പോൾ ബബിതയും പറയും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ചേച്ചി, അച്ഛൻ വരത്തില്ല, ആ സമയത്ത് നമ്മളവിടെ കാണണ്ടേന്നൊക്കെ ചോദിക്കും. അങ്ങനെ ശരി, നിങ്ങൾ പോകാനുള്ള പാക്ക് ചെയ്യാൻ പറയും, രാവിലെ തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് തീരെ താല്പര്യമില്ല പോകാൻ. അങ്ങനെ അലീന പറയുന്നതുകൊണ്ട് രണ്ടുപേരും പോയി ബാഗെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസമ്മ ആൻറ്റിയും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അവർ പോകുന്ന കാര്യം ഓർക്കുമ്പം. എന്നിട്ട് ചോദിക്കും, കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഒരു രസമായിരുന്നു, ഒരാളും അനക്കവും ഇല്ലേ മമച്ചായ. ആ അത് ശരിയാ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കണം. അവർ പോകുന്നതെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കുറച്ച് ദിവസം എന്തൊരു ഒച്ചയും ബഹളമായിരുന്നു, കൊച്ചുകളെല്ലാം കിടന്ന് സംസാരവും കളിയും ചിരിയും എന്നുമായിരുന്നു. ആ സമയത്ത് അലീന പറയും, എന്തായാലും ഞാനവിടെ ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് അവരെയും കൂട്ടിക്കൊണ്ടൊരു യാത്ര പോകുന്നത്, അതും മേഡം ഇല്ലാത്ത സമയത്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റി. ഇനിയെങ്കിലും തിരിച്ചു തന്നില്ലെങ്കിൽ അച്ഛൻ വരുന്നതിന് മുമ്പ് എന്തായാലും ഞങ്ങൾക്ക് തിരിച്ചെത്തണം ആൻറ്റി, അതുകൊണ്ടാണെന്ന് പറയും. ശരി മോളെ, എന്നാലും ഒരു സന്തോഷം ഉണ്ടായിരുന്നെന്ന് പറയും കുറച്ച് ദിവസത്തേക്ക്. അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം അവർക്ക് നല്ല വിഷമമുണ്ട് എല്ലാവരെയൊക്കെ പിരിയാനായിട്ട്. അങ്ങനെ എല്ലാവരും പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. എങ്കിൽ ശരി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ പറയും. അങ്ങനെ രേവതിക്കുട്ടി അലീനയും കൃഷ്ണയും ബബിതയും എല്ലാവരും പോയി ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ എല്ലാമൊക്കെ പാക്ക് ചെയ്തിട്ട് അവർ ഇറങ്ങുകയാണ്. ആ സമയത്താണ് നമ്മുടെ രോഹിത് കാറിൻ്റെ കീ നോക്കുന്നത്. ആ സമയത്ത് അവിടെ കാണത്തില്ല. എന്നിട്ട് ചോദിക്കും, ബബി നീ കാറിൻ്റെ കീ കണ്ടായിരുന്നു ചോദിക്കും. കാറിൻ്റെ കീ രോഹിത്തേട്ടനല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ ഡ്രൈവ് ചെയ്തത്, ചേട്ടനല്ലേ കീ, എൻ്റെ എല്ലാം ഇല്ലെന്ന് തോന്നി. കൃഷ്ണയുടെ ചോദിച്ചാൽ ഇല്ല എൻ്റെ കാണില്ല, രേവതിക്കുട്ടി ചേച്ചിയുടെ ചോദിച്ചു നോക്കേ, ചിലപ്പോൾ ചേച്ചിയുടെ കാണുമെന്ന് പറയും. ഓ അത് ശരിയാ, ആ രേവതി അല്ലേ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നത്, ചിലപ്പോൾ അവിടെ കാണുമെന്ന് പറയും. അങ്ങനെ രേവതിക്കുട്ടിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ചോദിക്കും, കാറിൻ്റെ കീ നോക്കുമ്പോഴത്തേക്ക് കീ അങ്ങ് എടുത്ത് കാണിക്കുകയാണ്. ഓ ഇത് കൈ വെച്ചുകൊണ്ടിരുന്നതായിരുന്നോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുമായിരുന്നു ചോദിക്കും. അതെന്താ കയറി വന്നപ്പോൾ ബുദ്ധിമുട്ടായോ? അല്ല, കാറിൻ്റെ കീ ഇവിടെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി ഇനി എന്നെ കണ്ടിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയായിരിക്കുമെന്ന്. ഓ എനിക്കാണ് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, കീ കണ്ടപ്പോൾ എടുത്ത് വെച്ചിരുന്നതേ ഉള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ എന്നെ കാണാൻ വരുമെന്ന്. ശരി ശരി എന്ന് പറഞ്ഞ് താക്കോലം കൊടുക്കുകയാണ്. അതേ, ആദ്യം ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ കരുതിയത് നിങ്ങളൊരു ക്രൂരനാണെന്ന്, ഇപ്പോൾ പക്ഷേ നല്ല മനുഷ്യനാണ് കേട്ടോ, ഇപ്പം നല്ല സ്മാർട്ടായി, ഇപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ അലീന ചേച്ചിയുടെ സഹോദരനായെന്ന് പറയും. ഓഹോ അങ്ങനെയാണോ? ആ മുമ്പ് ഞാൻ കരുതിയത് നിങ്ങൾ വളരെ ക്രൂരനായിരിക്കും, ആ ഒരു രീതിയിലുള്ള പെരുമാറ്റവും രൂപവും ഒക്കെ ആയിരുന്നു, ഇപ്പോൾ ഒത്തിരി മാറി, അലീന ചേച്ചി എൻ്റെ മാറ്റത്തിന് കാണണമെന്ന് പറയും. ആ അത് ശരിയാ, ഞാൻ രേവതിക്കുട്ടിയും ആദ്യം കുറച്ച് തെറ്റിദ്ധരിച്ചായിരുന്നു, എന്ത് അല്ല ഒരഹങ്കാരിയാണ് അങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ ഇപ്പം അടുത്തറിഞ്ഞപ്പം തോന്നി വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്, എന്ന് വെച്ചാൽ അല്ല ഒരു പാവമാണെന്ന് തോന്നി. ആഹാ ഞാൻ അത്ര പാവമൊന്നും അല്ല, അപ്പോൾ എന്നെ ഇഷ്ടമാണോ? ആ ഇഷ്ടമൊക്കെയാണ് എന്ന് പറയും. ശരി ശരി എങ്കിൽ ഞങ്ങൾ പോട്ടെ, ഇനി വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയോട് യാത്രയൊക്കെ ചോദിച്ച് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസി ആൻറ്റിക്കും മാമച്ചാനും അങ്ങ് നല്ല വിഷമമാണ്. അവർ പറയുന്നുണ്ട്, കുറച്ച് ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഒരു ആളും അനക്കമൊക്കെ ഉണ്ടായിരുന്നു, മാമച്ചാനും അത് തന്നെ പറയുന്നത്, ഞങ്ങളുടെ മക്കളുടെ പ്രായമുള്ള മക്കളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അനാഥര കണക്ക് വർഷങ്ങളോളം താമസിച്ചത്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് രേവതിക്കുട്ടിയെ കിട്ടിയത്, അവൾ വന്നതിന് ശേഷം ഇതൊരു വീടായത്. ഇപ്പം അലീനയും നിങ്ങളെയും കൂടി കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ നല്ല വിഷമമുണ്ട്. കുറച്ച് ദിവസം ഞങ്ങൾ മറ്റേതൊരു ലോകത്തായ കണക്കായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു, നിങ്ങൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പം നല്ല വിഷമം ഞങ്ങൾക്കെന്ന് പറയും. എന്നിട്ട് പറയും, അതിനെന്താ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നില്ലേ ആൻറ്റി, ഇനി ആൻറ്റിക്കും കുറച്ച് ദിവസം ആൻറ്റി അങ്കിളും രേവതിക്കുട്ടിയും കൂടി അവിടെ വന്ന് നിൽക്കണമെന്ന് പറയും. പിന്നെന്താ ഞങ്ങൾ 2 ദിവസം നിങ്ങളെ വീട്ടിൽ നിൽക്കാനായിട്ട് വരുമെന്ന് പറയും. വെറുതെ പറഞ്ഞാൽ പോരാ, വന്ന് നിൽക്കണമെന്ന് പറയും, പിന്നെ വരാമെന്ന് പറയും. പക്ഷേ ഞങ്ങൾ വരുമ്പം അലീനെ അവിടെ കാണത്തില്ലല്ലോ എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് വിഷമമാവുന്നുണ്ട്. ചോദിക്കും, അത് ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാമല്ലോ എന്ന് പറയും. ആ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി എവിടെ പോയാലും ചേച്ചി എന്നെ അറിയിക്കണം എന്ന് പറയും. പിന്നെ ഞാൻ എവിടെ പോയാലും നിന്നെ വിളിച്ചറിയിക്കത്തില്ലേ മോളെ എന്ന് പറയും. എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ശരി എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി യാത്ര പറയുന്നില്ലെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അങ്ങ് ഇറങ്ങുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. രേവതിക്കുട്ടി ഇങ്ങനെ പിണങ്ങി നിൽക്കും. ഇവളെന്താ പിണങ്ങി നിൽക്കുന്നത്, എന്താടി എന്ന് പറയും. അപ്പോഴത്തേക്ക് രോഹിത് ചോദിക്കും, എന്തു പറ്റി? ആ എന്തായാലും നിനക്ക് സമാധാനമായി കാണുമല്ലോ, നിന്നെയാണ് 2 ദിവസം കൊണ്ട് ഇവളിട്ട് കളിയായിക്കൊണ്ടിരുന്നത്, വീരൻ എന്നുള്ള വിളിയും ഒക്കെ നിനക്ക് ഇപ്പം സന്തോഷമായി, നീ ഇപ്പോൾ ഇവളുടെ കളിയാക്കലും രക്ഷപ്പെട്ടെ. ഓ എനിക്കതൊന്നും വലിയ കളിയാക്കലായിട്ടൊന്നും തോന്നിയിട്ടില്ല അലീന ചേച്ചി, രേവതിക്കുട്ടി ഒരു പാവമില്ലേ എന്ന് പറയും. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി പരിഭവം കൂടുതലാണെന്ന് പറയും. എങ്കിൽ ശരി മോളെ ഞങ്ങൾ ഇറങ്ങട്ടെ, ശരി ചേച്ചി എന്ന് പറയും. വിളിക്കണേ, ശരി ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി
യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് അവർ 3 പേരും കൂടി അവരിങ്ങനെ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ച് പുനലൂർക്ക് പോയിരിക്കുകയാണ് ഗോവർദ്ധനുമായിട്ട്. അങ്ങനെ സ്റ്റാൻലി കാണാനായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പുനലൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ വീട്ടുകാർ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കൊട്ടാരം വീട്ടിൽ ഔദ്യക്കുട്ടിച്ചായൻ പറഞ്ഞു കൊടുത്ത അഡ്രസ്സിലാണ് പുനലൂർ ചെന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിക്കുമ്പം ആരോ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അയാളെ കണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അത് സ്റ്റാൻലി ആണോ എന്നൊക്കെ നമുക്കിനി വരുന്ന ദിവസം അറിയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ബാക്കി കഥയും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.